നമസ്കാരം. കൊച്ചിയിൽ രാത്രി സ്ത്രീയെ വീട്ടിലെത്തിച്ച് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്നു. ഒടുവിൽ മദ്യലഹരിയിൽ വഴിയരികിൽ മൃതദേഹവുമായി ഇരുന്ന് പുലർച്ചെ വരെ ഉറങ്ങിത്തീർത്ത ക്രൂരനായിട്ടുള്ള സൈക്കോപാത്ത് യുവതിയെ അതിനിഷ്ഠൂരമായി പീഡിപ്പിച്ച യുവമോർച്ച നേതാവിനെതിരെ ഇപ്പോൾ ഒന്നിലേറെ പരാതികൾ. തനിക്കൊപ്പം ജീവിക്കുന്ന ആളുടെ ജീവിത പശ്ചാത്തലമൊന്നും അറിയാതെ ഒപ്പം കൂടുന്ന യുവതികൾ ഇനിയെങ്കിലും പാഠമാക്കേണ്ട സംഭവങ്ങളാണ്. അധ്യാപകർ ഒന്ന് വഴക്കു പറഞ്ഞതിന് സ്കൂളുകൾ അടിച്ചു തകർത്ത് പ്രതികാരം തീർക്കുന്ന കൗമാരക്കാർ. ഈ അതിക്രമങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്നതാണ് ചോദ്യം. ഇന്നത്തെ പോലീസ് പെട്രോളിലേക്ക് സ്വാഗതം. കൊച്ചി മാത്രമല്ല, കേരളമാകെ ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു. കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ വഴിയിൽ തള്ളി. രാത്രി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സ്ത്രീയുമായി പണത്തിന്റെ പേരിൽ തർക്കമുണ്ടാവുകയും ഒടുവിൽ വീട്ടുടമസ്ഥൻ അതിക്രൂരമായി കൊല്ലുകയുമായിരുന്നു. സംഭവത്തിൽ കോന്തുരുത്തി സ്വദേശി ജോർജ് കസ്റ്റഡിയിലായി. മദ്യലഹരിയിലായിരുന്ന പ്രതി മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തെത്തിക്കുകയും അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തതാണ് അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കിയത്. ഇന്ന് രാവിലെ 6:20 തേവര കോന്തുരുത്തിയിൽ മാലിന്യം ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മസേനാംഗം കണ്ട കാഴ്ച ഇതാണ്. വീട്ടുടമ ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ചോരയിൽ കുളിച്ച് അർദ്ധനഗ്നയായി ചാക്കുകൊണ്ട് മൂടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം. തൊട്ടടുത്ത് ജോർജ് അബോധാവസ്ഥയിൽ മതിലിൽ ചാരിയിരിക്കുന്നു. രാവിലെ ഒരു 6 മണിക്ക് മറ്റേ നമ്മുടെ മണിച്ചേച്ചി ഉണ്ട്, അതായത് ഹരിതകർമ്മസേനയിലെ വേസ്റ്റ് എടുക്കാവുന്ന ചേച്ചിയാണ്. ആ ചേച്ചി ഈ സംഭവം കണ്ടിട്ട് കൌൺസിലറെ വിളിച്ചു പറഞ്ഞു. അപ്പൊ പെൻസ് ചേച്ചി കൌൺസിലർ ഇവിടെ സ്പോട്ടിലൂടെ എത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് സിനീഷനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കോൺടാക്ട് ആയി ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ 3-4 പേരെ ഉണ്ടായുള്ളൂ. ഞാൻ പെൻസ് ചേച്ചി, പിന്നെ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ പോലീസുകാർ വന്നു. അപ്പൊ ഞങ്ങൾ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചാരിയിരിക്കുന്നു. ബോഡി അവിടെ ഹാഫ് നേക്കഡായിട്ട് ചാക്ക് കയറ്റിയ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നു. പുള്ളി അവിടെ മതിൽ ചാരിന്ന് ഉറങ്ങണമായിരുന്നു. 7 മണിക്ക് പോലീസിൽ വിവരമെത്തി. അതോടെ പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോൾ നാട്ടുകാർ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചത് ഓർത്തെടുക്കുകയാണ്. പോലീസുകാർ വന്നു. വേഗം പോലീസ് അപ്പത്തിന് പുള്ളിനെ കസ്റ്റഡിയിലെടുത്തു, എഴുന്നേപ്പിച്ചു, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ബാക്കി അത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടക്കും. ഞങ്ങൾക്ക് ഇൻക്വസ്റ്റ് ചെയ്യാനായിട്ട് കയറി കണ്ടു. ഏകദേശം 45-50 പ്രായമുള്ളൊരു സ്ത്രീയാണ്. തലയിലൊക്കെ നല്ല മുറിവുണ്ട്, ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ നല്ല മുറിവുണ്ട്. പുള്ളി ബെഡ്റൂമിൽ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവന്ന പാടുകളുണ്ടെന്നാണ് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്. വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴേക്കും പുള്ളി മദ്യലഹരിയിൽ ടയർഡായി ഇരുന്ന് പോയി. അതുകൊണ്ട് പുള്ളിനെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട്, കാരണം അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ പുറത്തോട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടാലും അന്വേഷണം മിസ്ലീഡായി പോകാൻ. പോലീസുകാർ പിന്നെ പെട്ടെന്ന് എല്ലാവരും ഒരു സ്പോട്ടിലെത്തി വേഗം എല്ലാം ചെക്ക് ചെയ്തു, നല്ല രീതിയിൽ സഹകരിച്ചു. ഇന്നലെ രാത്രി ഭാര്യയും മകളും ഇടുക്കിയിൽ പോയ സമയത്താണ് ജോർജ് ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ലൈംഗിക തൊഴിലാളിയാണ്. വീട്ടിലെത്തിയ ശേഷം ഇവർ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോർജ് കയ്യിൽ കിട്ടിയ കമ്പിപ്പാരയെടുത്ത് സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് തെളിവടക്കം പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ജോർജ് കുറ്റം സമ്മതിച്ചു. കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം, ഇന്നലെ വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്ത് നിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കോന്തുരുത്തി പള്ളിക്ക് സമീപമുള്ള ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കിടന്നത്. മൃതദേഹം മറവ് ചെയ്യാൻ രാത്രിയിൽ സുഹൃത്തുക്കളെ സഹായത്തിന് സമീപിക്കുകയും അതുപോലെ ചാക്ക് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തിന്റെ കടയിലെത്തുകയും ചെയ്തിരുന്നുവെന്നും നാട്ടുകാർ ബോധ്യപ്പെടുത്തുന്നു. വെളുപ്പിനെ പുള്ളി ഒരു 4:30 ഇവിടെ കൂടി നടക്കണ്ടായിരുന്നു. അതായത് ഒരു ചാക്ക് വേണം, വീട്ടിൽ പട്ടി ചത്തിട്ടുണ്ട്, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചാക്ക് വേണമെന്ന് അന്വേഷിച്ച് നടക്കണായിരുന്നു. അങ്ങനെ പുള്ളി കുറെ നേരം നടന്ന് അവിടെ കടന്ന അവസാനം ഇവിടെ വെളുപ്പിനെ അപ്പം വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ കട നേരത്തെ തുറക്കും. അവിടെ ചെന്ന് 2 ചാക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് തന്നെ ആയിരിക്കും പറഞ്ഞേക്കണത്. കള്ളത്തരം പറഞ്ഞ മറ്റേ പട്ടിയത്തെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ
കച്ചവടത്തിന്റെ ഇടയിൽ പുള്ളി പരിചയക്കാരനായതുകൊണ്ട് ചാക്കെടുത്ത് പുള്ളി കൊടുത്ത് പുള്ളിയാണ്ട് ഈ സംഭവം അറിഞ്ഞ് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്റെ കട ചാക്ക് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. 63-കാരനായ ഹോം നഴ്സായ ജോർജ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളല്ലെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ മൃതദേഹത്തിന് അടുത്ത് ഇരുന്നു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായതുകൊണ്ടാണ് പോലീസിന് അധികം ബുദ്ധിമുട്ടാതെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കഴിഞ്ഞ